അങ്ങനെ തോറ്റുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഹരിയാന ഇനിയും ബി.ജെ.പിക്ക് വിട്ടുകൊടുത്താൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്ന കാഴ്ചപ്പാടിലാണ് കോൺഗ്രസ്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചുവരവാണ് ബി.ജെ.പി നടത്തിയിരിക്കുന്നത്. ആകെ 90 സീറ്റുകളുള്ള ഹരിയാനയിൽ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ തങ്ങളുടെ വോട്ടുനില 70-നു മുകളിലേക്ക് ഉയർത്തിയെങ്കിലും പിന്നീട് ബി.ജെ.പി അതിശക്തമായി തിരിച്ചു വരികയായിരുന്നു. അതേസമയം നിലവിൽ ബി.ജെ.പി മുന്നേറുകയാണെങ്കിലും കോൺഗ്രസ് തിരിച്ചുവരുമെന്നാണ് പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. ഹരിയാനയിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്നും ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നുമാണ് ഭൂപീന്ദർ ഹൂഡയുടെ വാദം. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിൽ വീട്ടിൽ നിന്നും പുറത്തുവന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രത്യേകമായി തയ്യാറാക്കിയ വേദിയിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലാണ് സർക്കാർ രൂപീകരിക്കുന്ന കാര്യത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഗാർഹിക, സാംപ്ലെ, കിലോയ് മണ്ഡലത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച ഭൂപീന്ദർ സിംഗ് ഹൂഡ മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് പാർട്ടി തിരിച്ചടി നേരിടുമ്പോഴും ഗാർഹിക, സാംപ്ല, കിലോയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് സാധിക്കുന്നുണ്ട്. ആകെയുള്ള 21 റൗണ്ടുകളിൽ 5 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഹൂഡയ്ക്ക് 25,691 വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. മഞ്ജു എന്ന യുവ വനിതാ നേതാവിനെയായിരുന്നു ഹൂഡയ്ക്കെതിരെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് ഇതുവരെയായി 30,860 വോട്ടുകൾക്കു മേലെ ലഭിച്ചപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചത് 10,169 വോട്ടുകൾക്ക് മുകളിൽ മാത്രമാണ്. INLD, ആം ആദ്മി പാർട്ടി, JJP പാർട്ടികളും മത്സര രംഗത്തുണ്ടെങ്കിലും ഇവർക്കെല്ലാം ചുരുക്കം വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. INLD 316, ആം ആദ്മി പാർട്ടി 234, JJP 167 എന്നിങ്ങനെയാണ് ഇവർക്ക് ലഭിച്ച വോട്ടുകൾ. അതേസമയം സംസ്ഥാനത്ത് ആകെയുള്ള 90 സീറ്റുകളിൽ 47 ഇടത്താണ് ബി.ജെ.പി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 46 സീറ്റുകളാണ് ഹരിയാനയിൽ വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ബി.ജെ.പിക്ക് നിലവിൽ തനിച്ചു തന്നെ കേവല ഭൂരിപക്ഷ സംഖ്യ മറികടക്കാൻ സാധിച്ചു. കോൺഗ്രസിന് 36 സീറ്റുകളിലാണ് നിലവിൽ ലീഡുള്ളത്. INLD, BSP എന്നിവർ ഓരോ സീറ്റിലും, സ്വതന്ത്രർ 4 സീറ്റിലും മുന്നിട്ടു നിൽക്കുന്നു. 10 വർഷത്തിനു ശേഷം ഹരിയാനയിൽ അധികാരത്തിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ്. ആദ്യഘട്ട ഫലസൂചനകളിൽ മുൻതൂക്കം ലഭിച്ചതോടെ ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിലും മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വീടിന് മുന്നിലും വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. എന്നാൽ ഫലം മാറിമറിഞ്ഞതോടെ പ്രവർത്തകരെല്ലാം ഇവിടെ നിന്നും പിൻവാങ്ങി. പല മണ്ഡലങ്ങളിലും വിമതരും ചെറിയ കക്ഷികളും കോൺഗ്രസിന് തിരിച്ചടിയായി മാറുന്നുവെന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മികച്ച പ്രകടനം പ്രതീക്ഷിച്ച പല മേഖലകളിലും കോൺഗ്രസ് പിന്നോട്ടു പോകുകയാണ് ചെയ്തത്. അതേസമയം മറുവശത്ത് ബി.ജെ.പി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയടക്കം അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് നിലവിൽ നടത്തുന്നത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന പല സർവേകളും അഭിപ്രായപ്പെട്ടിരുന്നത് ബി.ജെ.പിയെ പിന്നിലാക്കി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നായിരുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെയാണ് മത്സരിച്ചത്. ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ ഇത് കാരണമായി എന്നാണ് നിലവിലെ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ബി.ജെ.പി ചെറിയ വോട്ടിന് ലീഡ് ചെയ്യുന്ന പലയിടത്തും ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.